കേവലം ഈ ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാനായിട്ടല്ല, നിലനിൽക്കുന്നതിന് വേണ്ടി ജീവിക്കുവാൻ, അവസാനമില്ലാത്തതിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നു. സംതൃപ്തി. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എക്സൽ മീഡിയ ഇന്നത്തെ ചിന്തയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ശരിയായിട്ടുള്ള ജ്ഞാനം, ശരിയായിട്ടുള്ള വിവേകം, അതിനു വേണ്ടിയുള്ള പുസ്തകങ്ങളിലെ വളരെ പരമപ്രധാനമായൊരു പുസ്തകമാണ് സഭാപ്രസംഗി. സഭാപ്രസംഗി ഒരു വൃദ്ധന്റെ വിവേകത്തിന്റെ കളക്ഷൻസ് ആണ്. സദൃശ്യവാക്യങ്ങൾ വാസ്തവമായിട്ടൊരു ഒരു മധ്യവയസ്കനായ അല്ലെങ്കിൽ ഒരു യുവാവിൻ്റെ ചിന്തകളാണെങ്കിൽ, ഈ പുസ്തകം സഭാപ്രസംഗി വൃദ്ധനായ ഒരു മനുഷ്യന്റെ ചിന്തകളാണ്. തൻ്റെ വിവേകം, തൻ്റെ ജീവിതത്തിൽ മുഴുവനായി താൻ നേടിയ വിവേകത്തിൻ്റെ ആകത്തുകയാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. ഇതിന്റെ താക്കോൽ പദം കീ വേർഡ് എന്ന് പറയുന്നത് മായ, വാനിറ്റി എന്നുള്ളതാണ്. താൻ ഈ ലോകത്തിൽ സൂര്യന് കീഴിലുള്ള പല കാര്യങ്ങൾ, പല ജീവിതങ്ങൾ, പല മനുഷ്യരെ, പല അനുഭവങ്ങളെല്ലാം ഇങ്ങനെ പഠിച്ചു മനസ്സിലാക്കി വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു സത്യം ഇതാണ്: മിക്കവാറും കാര്യങ്ങൾ മായയാണ്. മായ എന്നുള്ളതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം, വാനിറ്റി എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന മൂലപദത്തിന്റെ അർത്ഥം സോപ്പ് കുമിള എന്നുള്ളതാണ്. സോപ്പ് കുമിള പൊട്ടിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുന്നത്? അതാണ് മായ. പുറമേ നല്ല ഡിസൈനാണ്. നമുക്കറിയാം, സോപ്പ് കുമിളകളൊക്കെ ബീച്ചിലൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടമാക്കി ലഭിക്കാറുണ്ട്. പല വലിപ്പത്തിൽ ആ ബബിൾ നമ്മൾ ഊതുമ്പോൾ ഇതിങ്ങനെ പറന്നു പോകാറുണ്ട്. താൽക്കാലികമായൊരു സന്തോഷം, താൽക്കാലികമായൊരു ഭംഗി. എന്നാൽ അകത്ത് ശൂന്യതയാണ്. നിമിഷ നേരം കൊണ്ട് ഇത് പൊട്ടിപ്പോകും. പ്രിയമുള്ളവരെ, നമ്മുടെ ലോക ജീവിതത്തിന്റെ നൈമിഷികതയെ പറ്റി വിരൽ ചൂണ്ടുന്ന ഒരു പുസ്തകമാണ് സഭാപ്രസംഗി. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടതായിട്ടുള്ള യഥാർത്ഥമായ വിവേകം അതിലാണ്. സങ്കീർത്തനക്കാരൻ മോശ സങ്കീർത്തനം എഴുതുമ്പോൾ 90 സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ നാളുകളെ എണ്ണുവാൻ എന്നെ ബുദ്ധി ഉപദേശിക്കണമേ. എൻ്റെ നാളുകളെ എണ്ണുവാൻ, എൻ്റെ ജീവിതത്തിൻ്റെ നൈമിഷികത മനസ്സിലാക്കുവാൻ, ജീവിതത്തിൻ്റെ താൽക്കാലികത, അതൊരു ബ്യൂട്ടിയാണ് പ്രിയപ്പെട്ടവരെ. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സൗന്ദര്യമാണ്. നമ്മുടെ ജീവിതം താൽക്കാലികമാണ്. എന്നാൽ വേദപുസ്തകവും ദൈവവുമായി ബന്ധമില്ലാത്തവരെ സംബന്ധിച്ച് 2 അപകടങ്ങൾ ഇതിനകത്തുണ്ട്. ബന്ധമില്ലാത്തവരെ സംബന്ധിച്ച് അവർ പറയും, ഒരു കൂട്ടം ആളുകൾ പറയും, എന്തായാലും ജീവിതം താൽക്കാലികമാണ്, അടിച്ചു പൊളിച്ച് എങ്ങനെയും ജീവിക്കാം, കുറച്ച് നാളല്ല ഉള്ളോ. മറ്റുള്ളവർ നിരാശപ്പെടുന്നവരാ മറ്റൊരു കൂട്ടർ. അയ്യോ, കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളല്ലോ, ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? എന്നാൽ ഇത് രണ്ടുമല്ല ക്രിസ്തീയ ചിന്ത. താൽക്കാലികമാണെങ്കിലും നിത്യമായൊരു വാസമുണ്ട്. എന്നാൽ ഈ താൽക്കാലിക ജീവിതത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ 6-ാമത്തെ അധ്യായമാണ് ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സഭാപ്രസംഗി 6-ാമത്തെ അധ്യായം, അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യന്റെ പ്രയത്നമൊക്കെയും അവന്റെ വായ്ക്കു വേണ്ടിയാകുന്നു, എങ്കിലും അവന്റെ കൊതിക്ക് മതി വരുന്നില്ല. ഇവിടെ ശരിയായിട്ടൊരു ഒരു ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയത്. ഭൗതികമായ സന്തോഷം. കർത്താവ് തന്നെ ഉദാഹരണം പറയുന്നുണ്ട്. തൻ്റെ പ്രസംഗ മധ്യത്തിൽ താൻ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. നാം നാളെ മരിച്ചു പോകുമല്ലോ. കുറച്ച് ആളുകൾ പറയുന്നു, കൂട്ടിവെക്കുക, എന്ത് വന്നാലും കുഴപ്പമില്ല, നമുക്കിത് ആസ്വദിക്കാമല്ലോ. മൂടാ, ഇന്ന് രാത്രി നിന്റെ ജീവനെ, നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിക്കും എന്ന് ഒരു മുന്നറിയിപ്പ് നമ്മളവിടെ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, കൊതിക്ക് മതി വരാതെ തൻ്റെ ഭൗതികമായ അല്ലെങ്കിൽ വായ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ, നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി വാല്യൂ ബേസ്ഡ് ആയിട്ട്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മാറ്റുവാൻ ദൈവം നമുക്കൊരു അവസരം തന്നിരിക്കുക. കേവലം ഈ ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാനായിട്ടല്ല, നിലനിൽക്കുന്നതിന് വേണ്ടി ജീവിക്കുവാൻ, അവസാനമില്ലാത്തതിന് വേണ്ടി ജീവിക്കാൻ ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നു. സംതൃപ്തിയുള്ളൊരു ജീവിതം ആർക്ക് തരാൻ കഴിയുമെന്നറിയാമോ? അത് കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ നൽകാനായിട്ട് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ സംതൃപ്തി ഇല്ലായ്മ നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുന്നുണ്ട്. എല്ലാം അധ്വാനിച്ചിട്ടും എല്ലാം ചെയ്തിട്ടും സംതൃപ്തിയില്ല. യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയും. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ അവർ തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷണം 12 കൊട്ട നിറച്ചെടുത്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി തരുന്ന യേശു മാത്രമാണ്. ആ യേശുവിന് വേണ്ടി ജീവിപ്പാൻ നമുക്ക് കഴിയട്ടെ. ഗോഡ് ബ്ലെസ് യു.